ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആഘോഷിക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പെന്തക്കോസ്ത തിരുനാൾ, അത് തിരുസഭയുടെ ജന്മദിനമായിരുന്നു. ആഘോഷിച്ചു കഴിഞ്ഞ് തിരുസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടി. നമ്മുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. ക്രിസ്തുവിൽ ഒന്നുചേരുന്ന കൂട്ടായ്മയായ തിരുസഭയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നു നമ്മുടെ ദൈവം തന്നെ. ആ ദൈവം അടിസ്ഥാന കൂട്ടായ്മയാണ്. ആ യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ത്രിത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഇന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പരമ്പരാഗതമായി ഈ തിരുനാളിനെ പറയുന്നത് കോർപ്പസ് ക്രിസ്തി എന്നാണ്. കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം, ക്രിസ്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാളാണ് ഇന്ന് തിരുസഭ കൊണ്ടാടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ കൂദാശയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവയും അല്ലെങ്കിൽ ഉറവിടവും കേന്ദ്രവും മകുടവുമാണ് ദിവ്യകുർബാന. തിരുസഭയുടെ തന്നെ അടിസ്ഥാനവും മകുടവും കേന്ദ്രവുമാണ് പരിശുദ്ധ ദിവ്യകുർബാന. കൂദാശകളുടെ കൂദാശ എന്നാണ് ദിവ്യകുർബാനയെ പറയുന്നത്. മറ്റു കൂദാശകളെല്ലാം ഒന്നുകിൽ ഈ ദിവ്യകുർബാനയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ഈ ദിവ്യകുർബാനയിൽ നിന്ന് ഉറവെടുക്കുന്നു. വരുന്ന ഞായറാഴ്ച നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, അല്ലെങ്കിൽ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ നിയമം, സ്നേഹം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം ഈശോയിലൂടെ പ്രകടമാക്കി. ഈശോ തന്നെ ജീവൻ നമുക്കായി സമർപ്പിച്ച് ആ സ്നേഹം കാൽവരി കുരിശിൽ വെളിപ്പെടുത്തി. ആ കാൽവരി കുരിശിൽ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ചോരയും നീരും ചൊരിഞ്ഞ് കൂദാശകൾ സ്ഥാപിച്ചു. അങ്ങനെ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, രക്ഷയുടെ, അനുഗ്രഹത്തിൻ്റെ ഉറവ, അതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് വരുന്ന ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ആരാധന വത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ച എന്ന് പറയുന്നത് വിശുദ്ധവാരം. വിശുദ്ധവാരത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ആഘോഷിക്കുന്നത് 3 കാര്യങ്ങളാണ്. പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഈസ്റ്റർ. നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഈസ്റ്ററിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഓർമ്മ പുതുക്കുന്നുണ്ട്. ഓരോ ഞായറാഴ്ചയും നമുക്കൊരു മിനി ഈസ്റ്റർ ആഘോഷമുണ്ട്. പെസഹ വ്യാഴാഴ്ച അന്നാണല്ലോ ഈശോ ദിവ്യകുർബാന സ്ഥാപിച്ചത്. എന്നും നമ്മോടുകൂടെ ആയിരിക്കാൻ കർത്താവ് സ്ഥാപിച്ചതാണ് പരിശുദ്ധ ദിവ്യകുർബാന. പക്ഷേ അത് സ്ഥാപിച്ച ആ അവസരം ഒരു വിധത്തിൽ ആ വിശുദ്ധ വാരത്തിലെ ആ പീഡാസഹനങ്ങളുടെ നടുവിൽ എന്ന് വേണേൽ പറയാം. എന്നാൽ ആ തിരുനാൾ പ്രത്യേകമായിട്ടൊന്ന് ആഘോഷിക്കണം എന്നുള്ള തിരുസഭയുടെ വലിയ ആഗ്രഹം, ഒരു വിധത്തിൽ കർത്താവിൻ്റെ തന്നെ വലിയ ആഗ്രഹം എന്ന് വേണേൽ പറയാം. 1208 ജൂലിയാന ബെൽജിയത്തിലെ ഒരു കന്യാസ്ത്രീയായിരുന്നു. 16-ാം വയസ്സ് തുടങ്ങി ഈശോയുടെ ദർശനം ജൂലിയാനയ്ക്ക് ഉണ്ടായി. അവിടെ ആ ദർശനത്തിൽ കണ്ടത് ഒരു പൂർണ്ണ ചന്ദ്രൻ. ആ ചന്ദ്രനിൽ ഒരു കറുത്ത പാട്. എന്താണതിൻ്റെ അർത്ഥം എന്ന് അവൾ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഈശോ അവൾക്ക് വെളിപ്പെടുത്തി. ഈ പൂർണ്ണ ചന്ദ്രൻ എന്നത് അത് സഭയുടെ ആരാധന വത്സരമാണ്. പക്ഷെ അതിനകത്ത് ഒരു കുറവുണ്ട്. ആ കുറവ്
ഒരു തിരുനാളിൻ്റെ കുറവാണ്. ദിവ്യ കുർബാനയുടെ, ദിവ്യ കാരുണ്യത്തിൻ്റെ തിരുനാൾ. അത് പ്രത്യേകമായി ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. അത് എല്ലാവരും അറിയേണ്ട ഒന്നാണ്. അതിൻ്റെ ചൈതന്യം എല്ലായിടത്തും വ്യാപിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ആ തിരുനാൾ കൊണ്ടാടാൻ തുടങ്ങിയത്. 20 വർഷത്തോളം അവൾ തൻ്റെ ഈ ദർശനം രഹസ്യമായി സൂക്ഷിച്ചു. എന്നിട്ട് അവൾ തൻ്റെ കുമ്പസാരക്കാരനോട് അത് വെളിപ്പെടുത്തി. കുമ്പസാരക്കാരൻ അത് അവിടുത്തെ മെത്രാനച്ചനെ അറിയിച്ചു. ആ മെത്രാനച്ചൻ അതിൻ്റെ വെളിച്ചത്തിൽ, അതിലെ സത്യം ഗ്രഹിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആഘോഷം തൻ്റെ രൂപതയിൽ ആഘോഷിക്കണമെന്നുള്ള നിർദ്ദേശം നൽകി. എന്നാൽ അത് സാർവത്രിക സഭയുടെ ആഘോഷമായി മാറിയത് ഉർബൻ 4-ാം പാപ്പായുടെ വിളംബരം മൂലമാണ്. അതിനാധാരമായി വേറൊരു സംഭവം കൂടെ നടന്നു. 1263 ജർമ്മൻകാരനായ ഒരു പുരോഹിതൻ, പീറ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി. അദ്ദേഹം റോമിൽ വെച്ച് ദിവ്യബലി അർപ്പിക്കുക. അദ്ദേഹം നല്ലൊരു വൈദികനായിരുന്നു. എങ്കിലും ദിവ്യ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്നുള്ള സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ, അവിടെ വെച്ച് കുർബാന അർപ്പിക്കുമ്പോൾ കൂദാശവചനം ഉച്ചരിക്കുക. അപ്പം എടുത്തിട്ട് കൂദാശവചനം ഉച്ചരിക്കുമ്പോൾ ആ തിരു ഓസ്തിയിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. അത് അദ്ദേഹത്തെ അമ്പരപ്പിച്ച ഒരു വിധത്തിൽ ഈശോ യഥാർത്ഥത്തിൽ അവിടെ സന്നിഹിതനാണെന്ന് അദ്ദേഹം ബോധപ്പെടുക. അദ്ദേഹം ആ തിരുവോസ്തി മാറ്റി വെച്ചിട്ട് ചെറിയൊരു ഓസ്തി എടുത്ത് മുറിച്ചിട്ടാണ് അദ്ദേഹം കുർബാന പൂർത്തീകരിച്ചത്. ഈ വിവരം അവിടുത്തെ മെത്രാനച്ചൻ അറിഞ്ഞു. ആ മെത്രാനച്ചൻ അതിൻ്റെയും കൂടെ, ആ അനുഭവത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ സാർവത്രിക സഭ അല്ലെങ്കിൽ ആഘോഷിക്കണമെന്ന് ആ മാർപ്പാപ്പയെ കൊണ്ട് നിർദ്ദേശിച്ചു. മാർപ്പാപ്പ ഒരു വിധത്തിൽ ഒരു വിളംബരം തന്നെ നടത്തുക സാർവത്രിക സഭയിൽ. അത് 1264 സാർവത്രിക സഭയിൽ ദിവ്യ കാരുണ്യത്തിൻ്റെ, ദിവ്യ കുർബാനയുടെ അല്ലെങ്കിൽ കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ കൊണ്ടാടണം. ആ തിരുനാൾ ഏറ്റവും ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടി വിശുദ്ധ തോമസ് അക്വീനാസിനെ അദ്ദേഹം പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചു. അതിനുവേണ്ട പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന തയ്യാറാക്കണം, പ്രത്യേകമായിട്ടുള്ള ഗാനങ്ങൾ തയ്യാറാക്കണം. വിശുദ്ധ തോമസ് അക്വീനാസ് നമുക്കറിയാം, അദ്ദേഹമാണ് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം ദിവ്യ കുർബാനയെക്കുറിച്ച് എഴുതിയ പാട്ട്, ഇപ്പം നമ്മുടെ ഭക്തിയാ വണങ്ങുക എന്നുള്ള പാട്ടൊക്കെ എങ്ങനെ വരുന്നതാണ്, ഇന്നും നമ്മൾ പാടിക്കൊണ്ടിരിക്കും. ദിവ്യ കുർബാനയുടെ യഥാർത്ഥമായ അനുഭവം വെളിവാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രാർത്ഥനകൾ രചിച്ചു, പാട്ട് രചിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് അതേ തുടർന്ന് ഈ ആൾക്കാർക്കുണ്ടല്ലോ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയൊരു ആഘോഷം നടത്തണമെന്ന് തോന്നി. അവർ ദിവ്യകുർബാനയും വഹിച്ചുകൊണ്ട് തെരുവിലൂടെ ദിവ്യകുർബാനയും എഴുന്നള്ളിച്ചുകൊണ്ട് എല്ലാവരും ആരാധിക്കുന്നു, പൂക്കൾ വിതറുന്നു, പാട്ടുകൾ പാടുന്നു. അങ്ങനെ ഇതാ കർത്താവ് എഴുന്നള്ളുക, നമ്മുടെ നാട്ടിലേക്ക് എഴുന്നള്ളുക, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണ് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് അവർ ദിവ്യകാരുണ്യ പ്രദക്ഷിണം തെരുവിലൂടെ നടത്തുവാനായിട്ട് തുടങ്ങി. അവിടെയാണ് ഒരു വിധത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം പ്രത്യേകമായിട്ട് ആരംഭിക്കുക. അതും കൂടാതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദിമസഭയിൽ തന്നെ രോഗികൾക്കൊക്കെ കുർബാന കൊടുക്കാൻ വേണ്ടി കുർബാന അവർ ഭവനങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. മതപീഡന കാലത്തും അവർ തങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല, കുർബാന ഉള്ളപ്പോൾ കുർബാന കൂടുതൽ വാങ്ങി ഭവനത്തിൽ സൂക്ഷിച്ച് അത് ഓരോ ദിവസവും അവർ ഉൾക്കൊള്ളുവാൻ തുടങ്ങി. അങ്ങനെ കുർബാന സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രത്യേകമായ രീതിയിൽ കുർബാന പ്രത്യേകമായിട്ട് സൂക്ഷിച്ച്
അതിനെ ആരാധിക്കുന്ന, അതിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് അനുഭവിക്കുന്ന ആ വലിയ പാരമ്പര്യം പ്രത്യേകമായിട്ട് ആരംഭിക്കുന്നത് ഈ കൊർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ വഴിയായിട്ടാണ്. ഇന്ന് മിക്ക ഇടങ്ങളിലും തന്നെ ആരാധനാ ചാപ്പലുണ്ട്. ആരാധനാ ചാപ്പലിൽ വന്നിരുന്ന് കർത്താവുമായി നേരിട്ടങ്ങോട്ട് വർത്തമാനം പറയാം. ഈ കൊർപ്പസ് ക്രിസ്തിയുടെ തിരുനാളിലൂടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? ഈ തിരുവോസ്തി വെറും ഒരു പ്രതീകമല്ല, പിന്നെയോ അവിടെ യഥാർത്ഥ ഈശോതൻ്റെ സന്നിഹിതനാണ്. അവിടുത്തെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അവിടെയുണ്ട്. ആ കർത്താവിൻ്റെ തന്നെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് തങ്ങളുടെ കൂട്ടുകാരനോടെന്ന രീതിയിൽ, തങ്ങളുടെ ദൈവത്തോടെന്ന രീതിയിൽ, തങ്ങളുടെ ഒരു വിധത്തിൽ ഡോക്ടറോടെന്ന രീതിയിൽ, കൗൺസിലറോടെന്ന രീതിയിൽ ഹൃദയം തുറന്നിങ്ങനെ സംസാരിക്കാനും അവിടുത്തെ സ്വരം ഉള്ളിൽ ശ്രവിക്കുവാനും ഒക്കെ ഉള്ള അവസരമായി തീർന്നു പ്രിയപ്പെട്ടവരെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ദിവ്യ ആരാധന നടത്തുന്നത്. നിത്യാരാധന ചാപ്പലൊക്കെ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സഭയിൽ വരുന്നത്. നമ്മൾ ഈ ദിവ്യ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉത്തിതനായ ഈശോയെ കണ്ടുമുട്ടുക, രാജാതിരാജനെ കണ്ടുമുട്ടുക. നമ്മളുണ്ട് ചിലപ്പോഴേ ചില ആൾക്കാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും കുർബാന തുടങ്ങിക്കഴിഞ്ഞ് ഓടിപ്പള്ളിയിലേക്കൊന്ന് വരുന്നു, കുർബാന തീരും മുമ്പ് ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് സെൽഫോൺ കാണാൻ വന്നാൽ അവർ ഇറങ്ങിപ്പോകുന്നു. അതായത് രാജാതിരാജൻ്റെ സന്നിധിയിലാണ് തങ്ങൾ, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് തങ്ങളെന്നുള്ള യാഥാർത്ഥ്യം അങ്ങോട്ട് മറന്ന് അവർ പോകുക. അതിൻ്റെ ഫലമോ ഈ ദിവ്യ കുർബാനയുടെ ഫലം, യഥാർത്ഥ ഫലം, അനുഗ്രഹം അനുഭവിക്കാൻ അവർക്ക് സാധിക്കാതെ പോവുക. നമ്മൾ ഈ കൊർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യ കുർബാനയ്ക്ക് നല്ല ഒരുക്കത്തോടെ നാം പങ്കുചേരണം. നമ്മൾ എന്തെങ്കിലും പാവമുണ്ടെങ്കിൽ ഒന്ന് കുമ്പസാരിച്ചിട്ട് തന്നെ നമ്മൾ കടന്നു വരണം. ഓരോ കുർബാനയിലും നമ്മൾ ദിവ്യകാരനെ ഉൾക്കൊള്ളണം. ദിവ്യ കുർബാന കഴിഞ്ഞ് അല്പസമയം കൊണ്ടിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ ദേവാലയത്തെ വിട്ടു പോകാവൂ. പക്ഷെ ദേവാലയത്തെ വിട്ടു പോകുമ്പോഴല്ല നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, കർത്താവിനോട് ചേർന്ന, എന്നിൽ എൻ്റെ കർത്താവുണ്ട് എന്നൊരു ബോധത്തോടെ നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ദിവ്യ കുർബാനയിൽ നമ്മളെങ്ങനെ പങ്കെടുക്കുമ്പോഴല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉത്തിതനായ ഈശോയെ കണ്ടുമുട്ടുക മാത്രമല്ല, അവിടുത്തെ കാണാനും കേൾക്കാനും ഒരു വിധത്തിൽ മണക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുക, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന് ബോധപ്പെടാനും, അവിടുത്തെ സ്പർശനം അനുഭവിക്കുവാനും, അവിടുത്തെ നുണഞ്ഞിറക്കാനും, അപ്പം പോലെ നുണഞ്ഞിറക്കാനും നമുക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. നമ്മൾ ഈ കുർബാന, നമ്മുടെ സ്നേഹം ഏറ്റവും കൂടുതൽ പറയത്തില്ല, എനിക്കിതിനെ കടിച്ചു തിന്നാൻ തോന്നുന്നു പറയല്ലേ. ദൈവത്തെ കടിച്ചു തിന്നാൻ പോലും അനുവദിക്കുന്ന രീതിയിലാണ് ദിവ്യ കുർബാനയിൽ കർത്താവ് സന്നിഹിതനാകുന്നത്. അപ്പത്തിൻ്റെ രൂപം എടുക്കുക, ശിശുവായി പിറന്ന ദൈവപുത്രൻ നമ്മുടെ കൂടെ ആയിരിക്കാൻ അതിനേക്കാളും രൂപത്തിൽ എളിമപ്പെട്ടുകൊണ്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലായിരിക്കുക പ്രിയപ്പെട്ടവരെ. ഈശോ പറയാണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ എന്താ നമ്മളോട് പറയുന്നത്? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവനേകുന്ന അപ്പമാ ഞാൻ. മോശ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ എന്താ കേട്ടെന്നറിയാവോ? മരുഭൂമിയിലൂടെ ഇസ്രായേൽക്കാർ 40 വർഷം യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിവസവും അവരെ പോറ്റുന്നതിന് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. ആ മന്ന ഒരു വിധത്തിൽ ഈശോയുടെ പ്രതീകമായിരുന്നു. ഈശോ പറയാണ്, ഞാനാണ് യഥാർത്ഥ മന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഇന്ന് നമ്മളോടുകൂടെ ആയിരിക്കാൻ ദിവ്യ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈശോ ജനിച്ചത് മുതൽ സ്വർഗാരോഹണം ചെയ്തതുവരെയുള്ള സംഭവങ്ങളിലൂടെ മുന്നേറുന്ന ഒരു അനുഭവമാണ് ഓരോ ദിവ്യ കുർബാനയും. നമുക്ക് ഈശോ ജനിച്ചത് ഓർക്കുന്നു, ഈശോയ്ക്ക് വഴിയൊരുക്കിയ സ്നാപയോനൻ്റെ ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധപ്പെട്ടുകൊണ്ട് നമ്മൾ ദിവ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. നമ്മൾ കർത്താവിനെ സ്തുതിച്ച്, കർത്താവിൻ്റെ സ്വരം, വചനം ശ്രവിച്ച്
കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ച് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരുക. സ്വർഗത്തിലെ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് പ്രിയപ്പെട്ടവരെ ഓശാന പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് എതിരേൽക്കുക. എപ്പിക്ലേസിസിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് നമ്മിൽ വന്ന് നിറയുക. കൂദാശകർമ്മത്തിലെ പുത്രനായ ദൈവം അപ്പത്തിലും വീഞ്ഞിലും നിറയുന്നു. ആ അപ്പവും വീഞ്ഞും ഉൾക്കൊള്ളുന്ന കുർബാന സ്വീകരിക്കുമ്പോൾ ഉൾക്കൊള്ളുന്ന നമ്മിലേക്ക് കർത്താവ് വന്ന് നിറയുന്ന അനുഭവം നമ്മൾ ബോധപ്പെടുക. ഇതിലൂടെയെല്ലാം നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നുകരുക. ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും അർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹത്തിൽ വിലയം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ആ അപ്പം മുറിക്കൽ കർമ്മത്തിൽ കാൽവരി കുരിശിൻ്റെ കീഴെ നമ്മൾ നിൽക്കുക. കൂദാശ കർമ്മത്തിൽ ഈശോയുടെ അന്ത്യത്താഴവേളയിലായിരിക്കുക. കുർബാന സ്വീകരിക്കുമ്പോഴോ ഉദ്യതനായ ഈശോയാൽ പരിപോഷിപ്പിക്കപ്പെടുക. നമ്മൾ കുർബാനയുടെ സമാപനത്തിലോ പ്രിയപ്പെട്ടവരെ നമ്മളെ പുരോഹിതൻ നമ്മളെ ആസ്വദിച്ച് അയക്കുമ്പോൾ ഈശോയുടെ സ്വർഗാരോഹണം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. ശിഷ്യന്മാരെ അയച്ചിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുക. നമുക്ക് ആ രീതിയിൽ ഈശോയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ ഈശോയെ നമ്മുടെ ചരിത്രത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക. നമ്മൾ ദിവ്യ കുർബാനയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ വികാരങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് എല്ലാം കർത്താവ് വന്ന് നിറയുന്ന അനുഭവം, കർത്താവിൻ്റെ ചൈതന്യം നിറയുന്ന അനുഭവം. നമ്മൾ ദിവ്യകുർബാനയിൽ പങ്കെടുത്ത് കഴിയുമ്പോഴോ പ്രിയപ്പെട്ടവരെ, അവിടെ പിന്നീട് നമ്മളല്ല, ഈശോ നമ്മിലൂടെ ജീവിക്കുക. നമ്മുടെ വാക്കുകൾ ഈശോയുടെ വാക്കുകൾ, നമ്മുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം, നമ്മുടെ പ്രവൃത്തികൾ ഈശോയുടെ പ്രവർത്തനം, നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹം, നമ്മിലൂടെ ഈശോയെ അനുഭവിക്കുന്ന ഒരു അനുഭവം. അത് കഴിഞ്ഞ് നമ്മൾ കുർബാന കഴിഞ്ഞ് പോകുമ്പോഴോ നമ്മൾ ചുറ്റും കാണുന്നവരിൽ ഈശോയെ ദർശിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പത്തിൽ നമ്മൾ കണ്ട കർത്താവിനെ മറ്റുള്ളവരിൽ ദർശിക്കുക. മദർ തെരേസ നമ്മളോട് പറയല്ലേ, അമ്മ തെരേസ്യ നമ്മളോട് പറയല്ലേ, കൽക്കട്ടയിൽ മദർ തെരേസ പറയുകയാണ്, ഞാൻ ദിവ്യ കുർബാനയിലെ ഓസ്തിയിൽ കാണുന്ന അതേ കർത്താവിനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പാവപ്പെട്ടവരിൽ ദർശിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂദാശകളുടെ കൂദാശ ദിവ്യ കുർബാന. കാണപ്പെടുന്നതിൽ കാണാനാവാത്തതിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് കൂദാശ. ഈ അപ്പത്തിൽ യഥാർത്ഥ അപ്പമായ ഈശോയെ നമ്മൾ കാണുക. നശ്വരമായ അപ്പത്തിലൂടെ അനശ്വരമായ അപ്പമായ ഈശോയെ നമ്മൾ ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടല്ലോ, നമ്മൾ ആ കൂദാശയിൽ പങ്കെടുക്കുമ്പോണ്ടല്ലോ ഒരു കൂദാശ മനോഭാവം നമ്മിലുണ്ടാകണം. നമ്മൾ ഈ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഓരോന്നിലും, കേൾക്കുന്ന ഓരോന്നിലും, നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നിലും ദൈവത്തെയും ദൈവസ്നേഹത്തെയും ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ദിവ്യ കുർബാന ഒരു വിധത്തിൽ യൂക്കരിസ്റ്റ് എന്ന് പറയുക, കൃതജ്ഞത എന്ന വാക്കിൻ്റെ അർത്ഥം. ദിവ്യ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്ന നമ്മൾ എല്ലാത്തിനും എല്ലാം ഓർത്ത് നന്ദി പറയേണ്ടവരാണ്. എല്ലാം ഓർത്തും എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി, ഈശോയെ തന്നതിന് പിതാവിന് നന്ദി, തൻ്റെ ജീവനെ തന്ന് നമ്മളെ സ്നേഹിച്ച് രക്ഷ തന്നതിന് പുത്രന് നന്ദി, നമ്മിലേക്ക് ദൈവ ചൈതന്യം നിറയ്ക്കുന്നതിന് പരിശുദ്ധാത്മാവിന് നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, നമ്മൾ ഈ ദിവ്യ കുർബാന ഉൾക്കൊള്ളുമ്പോഴല്ലോ നമ്മൾ കർത്താവുമായിട്ട് ഐക്യപ്പെടുക മാത്രമല്ല, ഈ മുറിക്കപ്പെട്ട അപ്പത്തിൽ നിന്ന് പങ്കുപറ്റുന്ന ഓരോരുത്തരുമായിട്ട് നമ്മൾ പൂർണ്ണ ഐക്യത്തിലേക്ക് കടന്നു വരും. ആ രീതിയിൽ ഐക്യത്തിൻ്റെ കൂദാശ പ്രിയപ്പെട്ടവരെ ദിവ്യ കുർബാന. ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു ദിവ്യ കുർബാന. ദിവ്യ കുർബാനയിൽ നമ്മൾ എന്തെല്ലാം അനുഷ്ഠിക്കുന്നോ പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ അർത്ഥം അറിയണം, അത് നമ്മളൊന്ന് അനുഭവിക്കണം, നമ്മൾ ഉൾക്കൊള്ളണം, ജീവിക്കണം, എന്നിട്ട് പ്രഘോഷിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കുർപ്പസ് ക്രിസ്തി, ഈ ദിവ്യ കാരുണ്യത്തിൻ്റെ തിരുനാൾ യഥാർത്ഥത്തിൽ കൊണ്ടാടുന്നുവെന്ന് അഭിമാനിക്കാൻ സാധിക്കുക.
തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നിരന്തരം നമുക്ക് ബോധപ്പെടാം. അവിടുന്ന് നമുക്ക് വേണ്ടിയുണ്ട്, നമ്മോട് കൂടെയുണ്ട്, നമ്മിലുണ്ട്. അത് ഏറ്റവും വെളിവാകുന്നത് ദിവ്യ കുർബാനയിലൂടെയാണ്. നമുക്കത് ബോധപ്പെടാം. കർത്താവിനോട് ഒത്ത് ജീവിക്കാൻ തയ്യാറാകാം. കർത്താവിനെ പ്രഘോഷിച്ച് ജീവിക്കുവാൻ തയ്യാറാകാം. കർത്താവിനെ പകർന്ന് ജീവിക്കുവാൻ തയ്യാറാകാം. അതിനുവേണ്ട കൃപാവരം ഈ ദിവ്യ കുർബാനയിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.